ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. അനധികൃത താമസക്കാർക്കെതിരെ നാടുകടത്തൽ നടപടി കടുപ്പിച്ച് കുവൈറ്റ്. ഇഖാമ ലംഘിച്ചതിന്റെ പേരിൽ 9 മാസങ്ങൾക്കിടെ നാടുകടത്തിയത് 1,00,000 ലക്ഷം വിദേശികളെ. ദിനംപ്രതി നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് എത്തുന്നത് 100 കണക്കിന് ആളുകൾ. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പുനർനിർണയിക്കാൻ പഠന സമിതിയെ നിയോഗിക്കുമെന്ന് കുവൈറ്റ് ധനകാര്യ മന്ത്രാലയം. സർക്കാർ ഉദ്യോഗസ്ഥരുടെ അടിസ്ഥാന ശമ്പളം, ആനുകൂല്യങ്ങൾ എന്നിവ സംബന്ധിച്ച് വിശദമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ജീവനക്കാരുടെ ശമ്പളം ഉറപ്പാക്കുന്ന വേതന സംരക്ഷണ നിയമം യുഎഇയിൽ നിലവിൽ വന്നു. 16 ദിവസത്തിൽ കൂടുതൽ ശമ്പളം വൈകിയാൽ ഇനി കമ്പനികൾക്കെതിരെ നടപടി. തൊഴിലവകാശങ്ങൾ നിയമത്തിലൂടെ ശക്തിപ്പെടുമെന്ന പ്രതീക്ഷയിൽ തൊഴിൽ മന്ത്രാലയം. ഉത്തർപ്രദേശിലെ ആഗ്രയിൽ മലയാളികൾ വിസ തട്ടിപ്പിന് ഇരയായതായി പരാതി. മലയാള പത്രത്തിൽ ജർമ്മനിയിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള പരസ്യം നൽകിയായിരുന്നു തട്ടിപ്പ്. 5 പേർക്ക് പണം നഷ്ടമായി. തട്ടിപ്പ് നടത്തിയത് ഉത്തരേന്ത്യൻ സ്വദേശിയെന്ന് സൂചന. ആഗ്ര പോലീസ് അന്വേഷണം തുടങ്ങി. മലബാർ സിമന്റ്സിനെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് വ്യവസായ മന്ത്രി ഇ.പി. ജയരാജൻ. സിമന്റ് വില കുറയ്ക്കുന്നത് സർക്കാർ പരിഗണനയിൽ. ബിൽഡിംഗ് റൂൾ നിയമത്തിൽ മാറ്റം വരുത്തുന്ന കാര്യം പരിശോധിക്കാൻ കമ്മീഷനെ നിയോഗിച്ചെന്ന് കെ.ടി. ജലീൽ. പ്രഖ്യാപനം മീഡിയ 1 TV മലബാർ ഗോൾഡ് ഗോ കേരള പദ്ധതിയുടെ ഫിനാലെ ചടങ്ങിൽ. വിശദമായ വാർത്തകളിലേക്ക്. അനധികൃത താമസക്കാർക്കെതിരെ നാടുകടത്തൽ നടപടി കടുപ്പിച്ച് കുവൈറ്റ്. 1,00,000 ലക്ഷം വിദേശികളെയാണ് ഇഖാമ നിയമം ലംഘിച്ചതിന്റെ പേരിൽ കഴിഞ്ഞ 9 മാസങ്ങൾക്കിടെ നാടുകടത്തിയത്. സുരക്ഷാ പരിശോധനകൾ വ്യാപിപ്പിച്ചതോടെ ഓരോ ദിവസവും 100 കണക്കിന് പേരാണ് നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് അയക്കപ്പെടുന്നത്. 2016 ജനുവരി 1 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള കാലയളവിൽ 25,913 വിദേശികളെയാണ് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം നാടുകടത്തിയത്. ഇവരിൽ 6,983 പേർ ഇന്ത്യക്കാരാണ്. സെപ്റ്റംബറിൽ നാടുകടത്തപ്പെട്ട 1,703 വിദേശികളിൽ 433 പേർ ഇന്ത്യക്കാരായിരുന്നു. ചെറിയ കാലയളവിനുള്ളിൽ ഇത്രയധികം പേർ നാടുകടത്തപ്പെടുന്നത് രാജ്യചരിത്രത്തിൽ ആദ്യമായാണെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2015-ൽ 26,000 പേരെയാണ് 12 മാസങ്ങൾക്കുള്ളിൽ നാടുകടത്തിയത്. ഈ വർഷം 9 മാസങ്ങൾ കൊണ്ടുതന്നെ എണ്ണം 1,00,000-ന് മുകളിലായി. പരിശോധനാ ക്യാമ്പയിൻ സജീവമാക്കിയതാണ് നാടുകടത്തൽ നടപടിക്ക് വിധേയമായവരുടെ എണ്ണം കൂടാൻ കാരണം. വിരലടയാളം ശേഖരിച്ച ശേഷമാണ് മുഴുവൻ പേരെയും നാട്ടിലേക്ക് അയച്ചത്. ഇത് കാരണം ഒരിക്കൽ നാടുകടത്തപ്പെട്ടവർക്ക് പിന്നീടൊരിക്കലും കുവൈത്തിലേക്ക് തിരിച്ചുവരാൻ സാധിക്കില്ല. താമസരേഖകൾ കൈവശമില്ലാത്തവർ, വിവിധ കുറ്റകൃത്യങ്ങളിൽ പ്രതിചേർക്കപ്പെട്ട് ഒളിവിൽ കഴിഞ്ഞവർ, സ്പോൺസർമാരിൽ നിന്ന് ഒളിച്ചോടിയവർ, സ്പോൺസർ മാറി ജോലി ചെയ്തവർ എന്നിവരാണ് റെയ്ഡിൽ കൂടുതലായും പിടിയിലാകുന്നത്. 1,13,000 വിദേശികൾ ഇഖാമ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തങ്ങുന്നുണ്ടെന്നാണ് ഏറ്റവും പുതിയ കണക്ക്. ഇന്ത്യക്കാരാണ് ഇക്കൂട്ടത്തിൽ മുന്നിൽ. 28,000 ഇന്ത്യക്കാരാണ് മതിയായ രേഖകളില്ലാതെ കുവൈത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നത്. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പുനർനിർണയിക്കാൻ പഠന സമിതിയെ നിയോഗിക്കുമെന്ന് കുവൈറ്റ് ധനകാര്യ മന്ത്രാലയം. സർക്കാർ ഉദ്യോഗസ്ഥരുടെ നിലവിലെ അടിസ്ഥാന ശമ്പളം, ആനുകൂല്യങ്ങൾ എന്നിവ സംബന്ധിച്ച് വിശദമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പഠന സമിതിയെ ചുമതലപ്പെടുത്തുന്നതെന്ന് മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഖലീഫ ഹമാദ അറിയിച്ചു. ജോലി മികവിന്റെ അടിസ്ഥാനത്തിൽ ചില ഉദ്യോഗസ്ഥർ കൈപ്പറ്റി വരുന്ന അധിക വേതനം ഉൾപ്പെടെ സർക്കാർ മേഖലയിലെ ശമ്പള സ്കെയിൽ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും വിശദമായി വിലയിരുത്തി റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പഠനസമിതിയെ നിയോഗിക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളക്കാര്യത്തിൽ നീതി ഉറപ്പുവരുത്തുകയാണ് പുനർനിർണയം വഴി ലക്ഷ്യമാക്കുന്നതെന്ന് ധനമന്ത്രാലയം അണ്ടർ സെക്രട്ടറി പറഞ്ഞു. ഒരേ തസ്തികയിൽ ജോലി ചെയ്യുന്ന ആളുകൾ വ്യത്യസ്ത നിലവാരത്തിലുള്ള ശമ്പളവും ആനുകൂല്യവും പറ്റുന്ന സാഹചര്യം പൂർണ്ണമായും ഇല്ലാതാക്കും. അർഹമായ ശമ്പളവും ആനുകൂല്യവും ഉറപ്പുവരുത്തുന്നതോടൊപ്പം അനധികൃത വഴിയിൽ ആനുകൂല്യം പറ്റുന്നവരെ കണ്ടെത്താനും ഇതുവഴി സാധിക്കുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. നിലവിൽ വിവിധ വകുപ്പുകളിലെ ജീവനക്കാരുടെ ശമ്പള സ്കെയിലിൽ വലിയ അന്തരമാണുള്ളത്. ചില വകുപ്പുകളിൽ ഉയർന്ന ശമ്പളം വാങ്ങുമ്പോൾ മറ്റു ചില വകുപ്പുകളിൽ സമാന തസ്തികയിൽ കുറഞ്ഞ ശമ്പളം വാങ്ങുന്നവരുണ്ട്. ഒരേ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരിൽ പോലും ശമ്പളക്കാര്യത്തിലെ അന്തരം നിലനിൽക്കുന്നുണ്ടെന്നാണ് ധനമന്ത്രാലയം കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഇല്ലാതാക്കി നീതി സ്ഥാപിക്കുകയാണ് പുനർനിർണയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരുടെയും ശമ്പളം വെട്ടിക്കുറക്കാൻ മന്ത്രാലയം ഉദ്ദേശിക്കുന്നില്ലെന്നും ഖലീഫ ഹമാദ വ്യക്തമാക്കി. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ജീവനക്കാരുടെ ശമ്പളം ഉറപ്പാക്കുന്ന വേതന സംരക്ഷണ നിയമം യുഎഇയിൽ ഇന്നു മുതൽ നിലവിൽ വന്നു. ശമ്പളം 16 ദിവസത്തിൽ കൂടുതൽ വൈകിയാൽ കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്ന നിയമമാണിത്. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ നിയമത്തിലൂടെ കഴിയുമെന്നാണ് തൊഴിൽ മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ യുഎഇയിൽ നിന്നും ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നു. ഷിനോജ്, പ്രവാസികൾക്ക് വളരെയധികം സഹായകരമായ ഒരു നിയമം തന്നെയാണ് ഇന്ന് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അഞ്ജിത, 100-ൽ കൂടുതൽ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്കാണ് ഈ പുതിയ നിയമം ബാധകമാവുക.
അതായത് വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്ന പേരിൽ ഒരു പുതിയ സംവിധാനം തൊഴിൽ മന്ത്രാലയം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പ്രകാരം എല്ലാ കമ്പനികളും അവരവരുടെ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്ന തീയതി അടക്കം ഈ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകണം. ഈ തീയതിയും വിട്ട് 10 ദിവസത്തിൽ കൂടുതൽ ശമ്പളം മുടങ്ങരുത് എന്നാണ് ഈ നിയമം അനുശാസിക്കുന്നത്. ശമ്പളം 16 ദിവസത്തിൽ കൂടുതൽ മുടങ്ങിയാൽ ഈ കമ്പനിക്കെതിരെ നിയമ നടപടികൾ ആരംഭിക്കും. ആദ്യത്തെ നടപടി ഇവർക്ക് തുടർ നിയമനങ്ങൾ നടത്താൻ കഴിയില്ല. അവരുടെ കമ്പനിയുടെ വികസന പ്രവർത്തനങ്ങൾ എല്ലാം ഇതോടുകൂടി തടസ്സപ്പെടും. എന്നാൽ 1 മാസത്തിനുള്ളിൽ ഈ ശമ്പളം കൊടുത്തു തീർക്കുകയാണെങ്കിൽ ഈ നിരോധനങ്ങൾ പിൻവലിക്കുകയും ചെയ്യും. എന്നാൽ 1 മാസത്തിൽ കൂടുതൽ ശമ്പളം മുടങ്ങിയാൽ ഈ കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനായി നീതിന്യായ വകുപ്പിന് തൊഴിൽ മന്ത്രാലയം ശുപാർശ നൽകും. അതോടുകൂടി ഈ തൊഴിലുടമയ്ക്ക് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലേക്കും ഇതിന്റെ നടപടികൾ വ്യാപിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. അവരുടെ ഒരു കാര്യവും മുന്നോട്ട് നീങ്ങില്ല, സർക്കാർ അത് തടയും എന്നുള്ളതാണ് അവസ്ഥ. വീണ്ടും ശമ്പളം മുടങ്ങുകയാണെങ്കിൽ, പിന്നീടും ശമ്പളം വൈകുകയാണെങ്കിൽ ഈ കമ്പനികൾ കെട്ടിവെച്ചിട്ടുള്ള ബാങ്ക് ഗ്യാരണ്ടിയിൽ നിന്ന് തൊഴിലാളികൾക്ക് ശമ്പളം നൽകാനുള്ള ഇനീഷ്യേറ്റീവ് ഈ മന്ത്രാലയം എടുക്കുമെന്നാണ് പുതിയ നിയമം അനുശാസിക്കുന്നത്. അഞ്ജിത, ഉത്തർപ്രദേശിലെ ആഗ്രയിൽ മലയാളികൾ വിസ തട്ടിപ്പിന് ഇരയായതായി പരാതി. മലയാള പത്രത്തിൽ ജർമ്മനിയിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള പരസ്യം നൽകിയായിരുന്നു തട്ടിപ്പ്. 5 പേർക്കാണ് പണം നഷ്ടമായത്. ഇവരെ ആഗ്രയിലെ ഹോട്ടലിൽ മയക്കിക്കിടത്തിയതായും 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നും ആഗ്ര പോലീസ് പറഞ്ഞു. കൊച്ചി സ്വദേശികളായ നീലകണ്ഠപിള്ള, കനക മഹാലക്ഷ്മി എന്നിവരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഒരു ഉത്തരേന്ത്യൻ സ്വദേശിയാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് സൂചന. തട്ടിപ്പ് ആഗ്ര പോലീസ് അന്വേഷിച്ചു വരികയാണ്. മീഡിയ വൺ മലബാർ ഗോൾഡിന്റെ സഹകരണത്തോടെ നടത്തിയ ഗോ കേരള ക്യാമ്പയിൻ സമാപിച്ചു. വാർത്തയിലും വാർത്താധിഷ്ഠിത പരിപാടിയിലുമായിരുന്നു 75 ദിവസമായിരുന്ന ക്യാമ്പയിൻ. കേരളത്തിലെ സംരംഭകരെയും വ്യവസായികളെയും പ്രോത്സാഹിപ്പിക്കാൻ ഉദ്ദേശിച്ചായിരുന്നു ഗോ കേരള ക്യാമ്പയിൻ മീഡിയ വൺ സംഘടിപ്പിച്ചത്. വലിയ സദസ്സിൽ കുറേയേറെ വ്യവസായികളെ പങ്കെടുപ്പിച്ചാണ് ഗോ കേരള ക്യാമ്പയിന്റെ സമാപന ചടങ്ങുകൾ മീഡിയ വൺ നടത്തിയത്. കേരളത്തിലെ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട 4 വിഷയങ്ങൾ ജി വിജയരാഘവൻ, ടി ബാലകൃഷ്ണൻ, MP അഹമ്മദ്, MA മെഹബൂബ് എന്നിവർ അവതരിപ്പിച്ചു. തുടർന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരവും ഒരുക്കി. വ്യവസായ മന്ത്രി EP ജയരാജനായിരുന്നു ഉദ്ഘാടകൻ. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഒരു 10-75 ദിവസക്കാലം മെച്ചപ്പെട്ട ഒരു ശ്രമകരമായ പ്രവർത്തനമാണ് കേരളത്തിന് വേണ്ടി കേരളത്തെ ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി തീർക്കാൻ മീഡിയ വൺ പ്രവർത്തിച്ചത്. ക്യാമ്പയിനിൽ നിന്ന് ലഭിച്ച അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് മന്ത്രിമാർക്ക് കൈമാറിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KT ജലീൽ മുഖ്യപ്രഭാഷണം നടത്തി. മീഡിയ വൺ CEO M അബ്ദുൽ മജീദ്, ഡെപ്യൂട്ടി CEO M സാജിദ്, എഡിറ്റർ ഇൻ ചീഫ് CL തോമസ്, വയലാർ ഗോപകുമാർ, R സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ വൺ, തിരുവനന്തപുരം. മലബാർ സിമന്റ്സ് വഴി കേരളത്തിൽ സിമന്റ് വില കുറച്ചു വിൽക്കുന്ന കാര്യം സർക്കാർ സജീവമായി പരിഗണിക്കുമെന്ന് വ്യവസായ മന്ത്രി EP ജയരാജൻ. ബിൽഡിംഗ് നിയമത്തിലെ അപാകതകൾ പരിഹരിക്കാൻ നിയമനിർമ്മാണം നടത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നുവെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KT ജലീൽ പറഞ്ഞു. മീഡിയ വണ്ണിന്റെ ഗോ കേരള ക്യാമ്പയിന്റെ സമാപന ചടങ്ങിലാണ് മന്ത്രിമാർ നിലപാട് വ്യക്തമാക്കിയത്. തകർച്ചയിൽ നിന്ന് മലബാർ സിമന്റ്സിനെ രക്ഷിക്കുമെന്ന സൂചനയാണ് മന്ത്രി EP ജയരാജൻ നൽകിയത്. സംസ്ഥാനത്ത് അടിക്കടി സിമന്റ് വില ഉയരുന്നതിന് പിന്നിൽ വൻകിട കച്ചവടക്കാരാണെന്ന നിഗമനത്തിലാണ് സർക്കാർ. ഈ സാഹചര്യത്തിൽ വില കുറച്ച് മലബാർ സിമന്റ്സ് വഴി സിമന്റ് വിതരണം ചെയ്യാനാണ് നീക്കം. ഒരു സംശയം വേണ്ട, ഞങ്ങൾ ഈ മാർക്കറ്റിൽ ഇറങ്ങാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇറക്കുമതി ചെയ്യേണ്ടി വന്ന ഇറക്കുമതി ഞങ്ങൾ തന്നെ ഇറക്കുമതി ചെയ്ത് കേരളത്തിൽ സിമന്റിന് ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള കച്ചവടങ്ങൾ, ജനങ്ങൾക്ക് ദോഷമുണ്ടാക്കുന്ന വ്യാപാരത്തെ പ്രതിരോധിക്കാനുള്ള നടപടി സ്വീകരിക്കും. ചില പരിസ്ഥിതി സംഘടനകൾ അന്യായമായി സമരം നടത്തുന്നുവെന്ന വിമർശവും മന്ത്രിക്കുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന നമ്മൾ ഈ സ്റ്റോൺ ക്രഷർ, അതുപോലെ തന്നെ ഈ കോറികൾ, ഇതിനൊക്കെ വരുമ്പോൾ ചില ശാസ്ത്രക്കാരെന്ന് പറഞ്ഞ് ചിലർ നടക്കുന്നുണ്ട്. ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ശരിയായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇപ്പോൾ തൃശ്ശൂരൊക്കെ അതിനെന്തോ ഒരു സംഘടന അതിനെ രൂപീകരിച്ചുകൊണ്ട് എന്നോട് ഏതൊരു പത്രക്കാരൻ പറഞ്ഞു, അല്ല നിങ്ങൾ ഇങ്ങനെ ഇവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി വ്യവസായ വകുപ്പ് പോകുന്നു, അതുകൊണ്ട് നിങ്ങൾക്കെതിരെ ചില പ്രചരണങ്ങളൊക്കെ. ഞാൻ ഓനെല്ലാം പിരാന്ത, ഓനോൻ്റെ പണി നോക്കട്ടെ നോക്കും. സംസ്ഥാനത്തെ ബിൽഡിംഗ് നിയമം വ്യവസായികൾക്ക് വിലങ്ങുതടിയായി നിൽക്കുകയാണെന്ന് മന്ത്രി KT ജലീൽ അഭിപ്രായപ്പെട്ടു. കോർപ്പറേഷൻ ഏരിയയിലും മുനിസിപ്പൽ ഏരിയയിലും പഞ്ചായത്ത് ഏരിയയിലും സെപ്പറേറ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് റൂളുകൾ
ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് പഠിക്കുന്നതിന് 3 കമ്മിറ്റികളെ ചുമതലപ്പെടുത്തി. അധികം വൈകാതെ ആ കമ്മിറ്റികളുടെ റിപ്പോർട്ടുകൾ കിട്ടും. ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത്തരമൊരു നിയമനിർമ്മാണത്തെക്കുറിച്ച് ആലോചിക്കണം എന്നുദ്ദേശിക്കുന്നുണ്ട്. മീഡിയ വണ്ണിന്റെ ഗോ കേരള ക്യാമ്പയിനിലെ സമാപന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു ഇരുവരും. മീഡിയ വൺ, തിരുവനന്തപുരം. സൗദി ട്രാഫിക് നിയമത്തിൽ വരുത്തിയ പരിഷ്കരണങ്ങൾ 2 ആഴ്ചയ്ക്കകം പ്രാബല്യത്തിൽ വരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. നിരവധി ട്രാഫിക് നിയമലംഘനങ്ങൾക്കുള്ള നിരക്ക് ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 8-ന് പരിഷ്കരണത്തിന് മന്ത്രിസഭ അനുമതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നത്. സൗദി ട്രാഫിക് നിയമത്തിലെ അനുച്ഛേദം 5, 6, 7 എന്നിവയിലാണ് മുഖ്യമായും പരിഷ്കരണം വരുത്തിയിരിക്കുന്നത്. റെയിൽവേ ട്രാക്കിൽ വാഹനം നിർത്തൽ, അനുവദിച്ചതിലും കൂടുതൽ യാത്രക്കാരെ കയറ്റൽ, ഡ്രൈവിംഗ് ലൈസൻസോ പെർമിറ്റോ കൈവശമില്ലാതെ വാഹനമോടിക്കൽ, ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനമോടിക്കൽ, ലൈസൻസോ പെർമിറ്റോ പണയം വെക്കൽ എന്നിവയ്ക്ക് 1000 മുതൽ 2000 റിയാൽ വരെയാണ് പിഴ ചുമത്തുക. അനുച്ഛേദം 5-ൽ വന്ന സിഗ്നൽ മുറിച്ചുകടക്കൽ, കൃത്രിമ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ച് വാഹനമോടിക്കൽ, ഔദ്യോഗിക വാഹനങ്ങളുടെ ചിഹ്നം കൃത്രിമമായി ഉപയോഗിക്കൽ, പരിശോധനയ്ക്ക് ആവശ്യപ്പെടുമ്പോൾ നിർത്താതിരിക്കൽ എന്നിവയ്ക്ക് 3000 മുതൽ 6000 റിയാൽ വരെ പിഴയും വാഹനം പിടിച്ചെടുക്കലുമാണ് ശിക്ഷ. അനുച്ഛേദം 7-ൽ പരാമർശിക്കുന്ന വാഹനം തിരിച്ചറിയാനുള്ള അടിസ്ഥാന അടയാളങ്ങൾ മായ്ച്ചുകളയൽ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് വാഹനമോടിക്കൽ, അനുമതി കൂടാതെ റോഡിൽ പണിയെടുപ്പിക്കൽ എന്നിവയ്ക്ക് 5000 റിയാൽ മുതൽ 10000 റിയാൽ വരെ പിഴയും വാഹനം പിടിച്ചെടുക്കലുമാണ് ശിക്ഷ. അപകടം നടന്ന സ്ഥലത്ത് വാഹനം നിർത്താതിരിക്കുകയോ പരിക്കേറ്റവർക്ക് ആവശ്യമായ സേവനം നൽകുകയോ ചെയ്യാതിരുന്നാൽ 10000 റിയാൽ പിഴയും 3 മാസം തടവും അല്ലെങ്കിൽ രണ്ടും ഒന്നിച്ചും ശിക്ഷ ലഭിക്കും. അസർപുള്ളിയിൽ, മീഡിയ വൺ, റിയാദ്. സ്ഥാനാർബുദ ബോധവൽക്കരണം ലക്ഷ്യമിട്ട് ദുബായിലും ഷാർജയിലുമായി സുലേഖ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ പിങ്ക് ക്യാമ്പയിന് തുടക്കമായി. മുൻകൂട്ടി സ്ഥാനാർബുദം തിരിച്ചറിയാനും കൃത്യമായ ചികിത്സ ഉറപ്പാക്കാനും സ്ത്രീകൾ ജാഗ്രത പുലർത്തണമെന്ന് വിദഗ്ധ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. സൗജന്യ പരിശോധനാ സൗകര്യം ഉൾപ്പെടെ ഉറപ്പുവരുത്തിയാണ് ഇക്കുറിയും സുലേഖ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ പിങ്ക് ക്യാമ്പയിൻ നടക്കുന്നത്. ദുബൈയിൽ നടന്ന ചടങ്ങ് ഷെയ്ഖ് ലുബ്ന ബിൻത് ഖാലിദ് അൽ ഖാസിമി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സുലേഖ ഉൾപ്പെടെ നിരവധി പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. തുടർച്ചയായി 5-ാം വർഷമാണ് സുലേഖ ആശുപത്രിക്ക് കീഴിൽ പിങ്ക് ക്യാമ്പയിൻ നടക്കുന്നത്. ആയിരക്കണക്കിന് പേരിലേക്ക് ഇതിനകം സ്ഥാനാർബുദ ബോധവൽക്കരണ സന്ദേശം പകരാൻ ക്യാമ്പയിനിലൂടെ സാധിച്ചതായി സംഘാടകർ അറിയിച്ചു. സ്ഥാനാർബുദം പിടിപെട്ടിട്ടും ഒട്ടും തളരാതെ ആത്മവീര്യത്തോടെ പൊരുതിയതിന്റെ വിജയകഥകളുമായി ഏതാനും സ്ത്രീകളും പരിപാടിയിൽ പങ്കെടുത്തു. സുലേഖ ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർ നൽകിയ പിന്തുണയാണ് വലിയ കരുത്തായി മാറിയതെന്ന് അവർ കൂട്ടിച്ചേർത്തു. മീഡിയ വൺ, ദുബായ്. യുഎയിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബായ അൽ അഹ്ലി ക്ലബ് നേടുന്ന ഓരോ ഗോളും ഇനി രാജ്യത്തെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള സംഭാവനയായി മാറും. മെഴ്സിഡസ് ബെൻസ് വാഹനങ്ങളുടെ വിതരണക്കാരായ ഗർഗാഷ് എന്റർപ്രൈസസ് ആണ് പദ്ധതി പ്രഖ്യാപിച്ചത്. അടുത്ത സീസണിൽ അൽ അഹ്ലി ക്ലബിലെ കളിക്കാർ നേടുന്ന ഓരോ ഗോളിനും 1000 ദിർഹമാണ് ദുബൈയിലെ റാഷിദ് സെന്റർ ഫോർ ഡിസേബിൾഡിന് സംഭാവനയായി ലഭിക്കുക. സ്കോർ ഫെയർ ചാരിറ്റി എന്ന് പേരിട്ട പദ്ധതി ഗർഗാഷ് എന്റർപ്രൈസസ് ബോർഡ് അംഗം ഷിഹാബ് ഗർഗാഷ് ആണ് പ്രഖ്യാപിച്ചത്. പദ്ധതി വിജയകരമാണെങ്കിൽ അടുത്ത സീസണിലും ഇത് തുടരുമെന്ന് അദ്ദേഹം അറിയിച്ചു. The Rashid Center has been a pioneer in helping the disabled, and I believe those less fortunate of us among our children, I believe, deserve this special care and attention, and we are very proud to be associated with the Rashid Center. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾ പ്രഖ്യാപന ചടങ്ങിന് മാറ്റുകൂട്ടി. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനും വിദ്യാഭ്യാസത്തിനുമായി പ്രവർത്തിക്കുന്ന കേന്ദ്രമാണ് ദുബൈയിലെ റാഷിദ് സെന്റർ ഫോർ ഡിസേബിൾഡ്. ചടങ്ങിനെത്തിയ മുഖ്യാതിഥികൾ കേന്ദ്രത്തിലെ അന്തേവാസികളെ സന്ദർശിച്ചു, സംവിധാനങ്ങൾ നോക്കിക്കണ്ടു. സെന്റർ സിഇഒ മറിയം ഉസ്മാൻ, അഹ്ലി ക്ലബ്ബ് സിഇഒ ഉബൈദ് സയ്യിദ് എന്നിവരും പങ്കെടുത്തു. മീഡിയ വൺ, ദുബായ്. കുവൈത്തിലെ പാലക്കാട് ജില്ലക്കാരുടെ കൂട്ടായ്മയായ പൽപ്പക്കിന്റെ ഓണാഘോഷ പരിപാടികൾ കവി കുരിപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ട മെഗാ തിരുവാതിര വ്യത്യസ്തത പുലർത്തി. 100-ൽ പരം വനിതകളാണ് തിരുവാതിരക്കളിയിൽ ചുവടുവെച്ചത്. സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് പാലക്കാട് അസോസിയേഷൻ ഓഫ് കുവൈത്തിന്റെ ഓണാഘോഷ പരിപാടികൾ ആരംഭിച്ചത്. അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് അരവിന്ദാക്ഷൻ അധ്യക്ഷനായിരുന്നു. ശിവദാസ് വാഴയിൽ, ദിലി, PN കുമാർ, ശ്രീലേഖ ശശിധരൻ, ഷറഫുദ്ദീൻ കണ്ണേത്ത് എന്നിവർ സംസാരിച്ചു. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ അമ്മയും കുഞ്ഞും വാർഡിലേക്ക് അടിസ്ഥാന സൗകര്യങ്ങളും ഉപകരണങ്ങളും നൽകുന്ന പദ്ധതിക്ക് ചടങ്ങിൽ തുടക്കമായി. പൽപ്പക് സൂവനീർ സാം പൈനുമൂട് പ്രകാശനം ചെയ്തു. അനൂപ് മാങ്ങാട് സ്വാഗതവും ശ്രീഹരി നന്ദിയും പറഞ്ഞു. യുവഗായകരായ അസ്ലമും രേഷ്മയും നയിച്ച ഗാനമേളയും അരങ്ങേറി. മീഡിയ വൺ, കുവൈറ്റ് സിറ്റി.
ജിദ്ദയിൽ വാഹനാപകടത്തിൽ മലയാളി മരിച്ചു. മലപ്പുറം കോട്ടയ്ക്കൽ കാവതിക്കുളം സ്വദേശി വടക്കേതിൽ അബ്ദുസമദാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ 2:30 മണിക്ക് ഇദ്ദേഹം സഞ്ചരിച്ച കാർ ജിദ്ദ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്ത് വെച്ച് മറ്റൊരു ട്രെയിലർ വാഹനവുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഇമാദ് ബേക്കറി ജീവനക്കാരനായിരുന്നു. 7 വർഷമായി സൗദിയിൽ ജോലിയിലുള്ള ഇദ്ദേഹം അടുത്ത മാസം നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. മൃതദേഹം കിങ് ഫഹദ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഗാന്ധി ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ഷാർജ പ്രവാസി ഇന്ത്യ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി രചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. 100 കണക്കിന് വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയത്. ഗാന്ധിയൻ സന്ദേശങ്ങൾ പുതുതലമുറയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹിസ് വിഷൻ ഈസ് അവർ മിഷൻ എന്ന വിഷയത്തിലാണ് രചനാ മത്സരങ്ങൾ നടത്തിയത്. ഈ വിഷയത്തിൽ സർഗാത്മക രചനയ്ക്കൊപ്പം ചിത്രരചനയും മത്സരത്തിന്റെ ഭാഗമായിരുന്നു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടന്ന മത്സരത്തിൽ UAEയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന 500-ലധികം പേർ പങ്കെടുത്തു. ഗാന്ധിജിയുടെ ആദർശങ്ങളെ ഇന്നത്തെ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഈ കാലത്ത് ഗാന്ധിജിയുടെ ആദർശങ്ങൾക്ക് അതിൻ്റെതായ സ്ഥാനമുണ്ട്. സത്യവും നീതിയും എല്ലാ കാലത്തും മനുഷ്യ ജീവിതത്തെ ആയാസരഹിതമായി മുന്നോട്ട് നയിക്കാൻ തക്ക ഉപകരണങ്ങളാണെന്ന് കുട്ടികളെ ഓർമ്മപ്പെടുത്തുക കൂടി ഞങ്ങളുടെ ലക്ഷ്യമായിരുന്നു. പ്രവാസി ഇന്ത്യ UAE വൈസ് പ്രസിഡന്റ് റോസി ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. മുരളി മാസ്റ്റർ ഗാന്ധി ജയന്തി സന്ദേശം നൽകി. ബിബി ജാൻ, ടി സാദിഖ് എന്നിവർ സംസാരിച്ചു. മത്സരങ്ങൾക്ക് തസ്ലീമ ഷംസുദ്ദീൻ, സി സയ്യിദ്, സാജിദ ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മീഡിയ 1 ഷാർജ. OICC റിയാദ് സെൻട്രൽ കമ്മിറ്റി ഗാന്ധി ജയന്തി ദിനം ആഘോഷിച്ചു. ഷിഫ അൽ ജസീറ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഇന്ത്യൻ എംബസി ലേബർ അറ്റാഷെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. OICC വൈസ് പ്രസിഡന്റ് രഘുനാഥ് പറശ്ശിനിക്കടവ് അധ്യക്ഷനായിരുന്നു. പ്രസിഡന്റ് കുഞ്ഞി കുമ്പള അനുസ്മരണ പ്രഭാഷണം നടത്തി. അബ്ദുള്ള വല്ലഞ്ചിറ, സജാദ് ഖാൻ, റസാഖ് പൂക്കോട്ടുംപാടം, ഷാജി സോന, ബെന്നി വാടാനപ്പള്ളി എന്നിവർ സംസാരിച്ചു. ലോകമുള്ളിടത്തോളം ഗാന്ധിയൻ ചിന്താധാരകൾക്കും ജീവിതരീതികൾക്കും പ്രാധാന്യമുണ്ടെന്ന് ചടങ്ങിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. ശ്യാംബനകൾ സംവിധാനം ചെയ്ത ദ മേക്കിംഗ് ഓഫ് ദി മഹാത്മ എന്ന ഹ്രസ്വചിത്രവും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. ലോക ഫാർമസിസ്റ്റ് ദിനാചരണത്തിന്റെ ഭാഗമായി ഖത്തറിലെ മലയാളി ഫാർമസിസ്റ്റുകളുടെ കൂട്ടായ്മയായ KPFQവിന്റെ ആഭിമുഖ്യത്തിൽ ദോഹയിൽ ഈദ് ഓണം ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് EP അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമായി വിവിധ കലാപരിപാടികളും ഒരുക്കിയിരുന്നു. തൃശൂർ മഹാരാജാസ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ UAEയിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ MTI അലൂമിനി UAE 10ാം വാർഷികം ആഘോഷിച്ചു. ഓണാഘോഷത്തോടൊപ്പമായിരുന്നു വാർഷികാഘോഷം. അജ്മാനിലെ ക്രൗൺ പാലസ് ഹോട്ടലിലാണ് ആഘോഷ പരിപാടികൾ ഒരുക്കിയത്. പൂക്കള മത്സരം, വടംവലി, പഞ്ചഗുസ്തി മത്സരങ്ങൾ ചടങ്ങിന് ഹരം പകർന്നു. പിന്നണി ഗായിക ഇന്ദുലേഖ വാര്യരായിരുന്നു മുഖ്യാതിഥി. യുവകവി അനിൽ വടക്കാഞ്ചേരിയെ ചടങ്ങിൽ ആദരിച്ചു. വെയിൽ വഴികൾ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം പ്രകാശനം ചെയ്തു. പ്രസിഡന്റ് ശ്രീകുമാരനുണ്ണി അധ്യക്ഷനായിരുന്നു. ഡേവി ജോസ്, ഗിരീഷ്, ജോജി കുര്യൻ എന്നിവർ സംസാരിച്ചു. ഗാനമേളയും നൃത്തനൃത്യങ്ങളും കലാപരിപാടികളും ഇതോടൊപ്പം അരങ്ങേറി. മീഡിയ 1 അജ്മാൻ. മലയാളികളുടെ സാംസ്കാരിക തനിമ വിളിച്ചോതിയ വിവിധ പരിപാടികളോടെ ഖത്തറിലെ നടുമുറ്റം വനിതാ കൂട്ടായ്മ ഈദ് ഓണം ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. 100 വനിതകൾ ചേർന്നൊരുക്കിയ പൂക്കളമാണ് പരിപാടിയിൽ ശ്രദ്ധിക്കപ്പെട്ടത്. കൾച്ചറൽ ഫോറം വനിതാ വിഭാഗമായ നടുമുറ്റം പ്രവർത്തകർ സംഘടിപ്പിച്ച ഈദ് ഓണം ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ഇശൽ പൂക്കളം എന്ന പേരിൽ 100 വനിതകൾ ചേർന്ന് പൂക്കളമൊരുക്കിയത്. പ്ലാസ്റ്റിക് പൂക്കളോ കൃത്രിമ വസ്തുക്കളോ ഉപയോഗിക്കാതെ കേരളത്തിൽ നിന്നെത്തിച്ച പൂക്കൾ ഉപയോഗിച്ചാണ് പൂർണ്ണമായും കളമൊരുക്കിയതെന്ന് സംഘാടകർ പറഞ്ഞു. ഞങ്ങൾ ഒത്തൊരുമിച്ച് ജാതി മത ഭേദമന്യേ ഒരുമിച്ച് 100 പേര് ചേർന്നുണ്ടാക്കിയ ഒരു പൂക്കളാണ് ഇത്. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഉപയോഗിച്ചിട്ടേ ഇല്ല. എല്ലാം ഒറിജിനൽ ഫ്ലവേഴ്സ് നാട്ടിൽ നിന്ന് വരുത്തി കഷ്ടപ്പെട്ട് ഞങ്ങൾ എല്ലാവരോടുകൂടെ സന്തോഷത്തോടു കൂടെ ഒരുക്കിയൊരു പൂക്കളമാണ് ഇത്. ഖത്തറിലെ മലയാളി കുടുംബങ്ങൾക്കായി ഒരുക്കിയ വിഭവസമൃദ്ധമായ ഓണസദ്യയിൽ 400ഓളം പേർ പങ്കാളികളായി. 100ഓളം വീട്ടമ്മമാർ ചേർന്നാണ് സദ്യയിലെ വിഭവങ്ങൾ തയ്യാറാക്കിയത്. നടുമുറ്റം രൂപീകരിച്ച ശേഷമുള്ള ആദ്യ ഓണാഘോഷമാണ് ദോഹയിലെ ഓൾഡ് ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നടന്നത്. ഇത് മലയാളികളുടെ മനസ്സിൽ എന്നും ഓർമ്മിക്കാനായിട്ട് സ്ത്രീകൾക്ക് അവർ വളർന്നു വരാൻ വേണ്ടി അവരുടെ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് നടുമുറ്റം. സ്ത്രീകളുടെയും കുട്ടികളുടെയും പങ്കാളിത്തത്തിൽ മലയാള തനിമയുള്ള വിവിധ കലാപ്രകടനങ്ങൾ അരങ്ങേറി. ദോഹയിലെ പ്രമുഖ കലാകാരന്മാരുടെ പ്രകടനങ്ങളും പരിപാടിക്ക് മാറ്റുകൂട്ടി. കൾച്ചറൽ ഫോറം ആക്ടിംഗ് പ്രസിഡന്റ് സുഹൈൽ ശാന്തപുരം ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ മാധ്യമപ്രവർത്തക ശ്രീദേവി ജോയ്, ഡോക്ടർ അജിത് എന്നിവർ ഓണം ഈദ് സന്ദേശം കൈമാറി.
നടുമുറ്റം പ്രവർത്തകരായ ഗീത ടീച്ചർ, നൂർജഹാൻ ഫൈസൽ എന്നിവരും സംസാരിച്ചു. മീഡിയ 1 ദോഹ. മിഡിൽ ഈസ്റ്റ് ചന്ദ്രികയുടെ ഹരിത ചന്ദ്രിക 2ാം പതിപ്പ് പ്രകാശനവും UAEയുടെ 45ാം ദേശീയ ദിനാഘോഷവും ഡിസംബർ 9 രാത്രി 7 മുതൽ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നടൻ മമ്മൂട്ടിക്ക് ഗ്ലോബൽ പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡ് നൽകി ആദരിക്കും. നടൻ നിവിൻ പോളിയും പങ്കെടുക്കും. 45ാം ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ മണ്ഡലങ്ങളിൽ സ്തുത്യർഹ സംഭാവനകൾ അർപ്പിച്ച 45 വ്യക്തികളെ തെരഞ്ഞെടുത്ത് ആദരിക്കും. ബ്രോഷർ പ്രകാശനം റഷീദ് ഏറാമലയ്ക്ക് നൽകി യഹ്യ തളങ്കര നിർവഹിച്ചു. ഇബ്രാഹിം മേളേറ്റിൽ, യു അബ്ദുള്ള ഫാറൂഖി, അഷ്റഫ് പള്ളിക്കണ്ടം, ഹുസൈനാർ ഹാജി, സൂപ്പി പാതിരിപ്പറ്റ, അബു ചിറക്കൽ, APM റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു. ജിദ്ദയിലെ അൽ റയാൻ ഇന്റർനാഷണൽ പോളി ക്ലിനിക് ജീവനക്കാർ സൗദി ദേശീയ ദിനം ആഘോഷിച്ചു. ഡോക്ടർ തുർക്കി സലാഹ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. JNH മാനേജിംഗ് ഡയറക്ടർ അഹമ്മദ് അൽ സഹ്റാനി മുഖ്യാതിഥിയായിരുന്നു. അൽ റയാൻ പോളി ക്ലിനിക് 23ാം വാർഷിക ലോഗോ പ്രകാശനം ചെയർമാൻ VP മുഹമ്മദ് അലി നിർവഹിച്ചു. സ്വദേശികൾ പരമ്പരാഗത നൃത്തം അവതരിപ്പിച്ചും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാർ ഗാനങ്ങൾ ആലപിച്ചും ദേശീയ ദിനാഘോഷത്തിൽ പങ്കുചേർന്നു. TP ഷുഐബ് അധ്യക്ഷത വഹിച്ചു. മോസിൻ സഹ്റാനി, ഡോക്ടർ രഞ്ജിത്ത്, ഡോക്ടർ അയ്യപ്പകുമാർ, ഡോക്ടർ സലാഹുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. അബുദാബി മലയാളി സമാജത്തിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനം UAE സാംസ്കാരിക വിജ്ഞാന വകുപ്പ് മന്ത്രി ഷൈഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ നിർവഹിച്ചു. സമാജം പ്രസിഡന്റ് യേശുശീലൻ അധ്യക്ഷത വഹിച്ചു. MK ഗ്രൂപ്പ് മേധാവി MA യൂസുഫ് അലി ഉൾപ്പെടെ നിരവധി പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം. മുസ്തഫ സെക്ടർ 34-ൽ KM ട്രേഡിംഗിന് പിറകിൽ സ്ഥിതി ചെയ്യുന്ന പുതിയ ആസ്ഥാന മന്ദിരം, 1000 പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയം, 200 പേർക്ക് ഇരിക്കാവുന്ന മിനി ഹാൾ, കോൺഫറൻസ് ഹാൾ, കുട്ടികളുടെ കളിസ്ഥലം, 2 ബാഡ്മിന്റൺ കോർട്ടുകൾ എന്നിവ അടങ്ങിയതാണ്. കുവൈത്തിൽ നവംബർ 25 മുതൽ പ്രകടമായ കാലാവസ്ഥാ മാറ്റമുണ്ടാകുമെന്ന് പ്രവചനം. പ്രമുഖ കാലാവസ്ഥാ പ്രവാചകനും ഗോള നിരീക്ഷകനുമായ ഡോക്ടർ സാലി അൽ ഇജൈരിയാണ് നവംബർ മാസാവസാനത്തോടെ രാജ്യം അതിശൈത്യത്തിലേക്ക് കടക്കുമെന്ന് പ്രവചിച്ചത്. നവംബർ 25 മുതൽ പ്രതിരോധ വസ്ത്രങ്ങൾ ധരിക്കാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത തണുപ്പായിരിക്കുമെന്ന് സാലി അൽ ഉജൈരി പറഞ്ഞു. രാജ്യത്ത് വേനൽ ചൂടിന് ശമനം വന്നിട്ടുണ്ടെങ്കിലും നഗരപ്രദേശങ്ങൾ ഇപ്പോഴും തണുത്തു തുടങ്ങിയിട്ടില്ല. അടുത്ത ഏതാനും ആഴ്ചകൾ മിതശീതോഷ്ണ കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക എന്നാണ് സാലിഹ് അൽ ഉജൈരിയുടെ നിരീക്ഷണം. നവംബറിലെ അവസാന ആഴ്ച മുതലായിരിക്കും അന്തരീക്ഷ ഊഷ്മാവ് ഗണ്യമായി കുറയുക. രാജ്യം ശൈത്യകാലത്തിലേക്ക് വഴിമാറുന്നതിന് മുന്നോടിയായി അടുത്ത മാസം പകുതിയോടെ സാമാന്യം ശക്തമായ മഴയുണ്ടാകും. കഴിഞ്ഞ ഒരാഴ്ചയായി നിലനിൽക്കുന്ന മിതമായ കാലാവസ്ഥ ചൊവ്വാഴ്ച വരെ തുടരുമെന്നും ഉജൈരി പറഞ്ഞു. ബുധനാഴ്ച മുതൽ ശീതക്കാറ്റടിച്ചു വീശാനും ഇതുമൂലം അന്തരീക്ഷ ഊഷ്മാവ് കുറയാനും സാധ്യതയുണ്ട്. ഋതുഭേദത്തിന്റെ ഭാഗമായി അലർജി, തുമ്മൽ തുടങ്ങിയ അസുഖങ്ങൾക്കുള്ള സാധ്യത ഏറെയാണ്. ഇക്കാര്യം കണക്കിലെടുത്ത് ജനങ്ങൾ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്നും സാലിഹ് അൽ ഉജൈരി നിർദ്ദേശിച്ചു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഇതോടെ മിഡിൽ ഈസ്റ്റ് അവരുടെ പൂർണ്ണമാകുന്നു. ഇനി സ്പെഷ്യൽ എഡിഷൻ പുനഃസംപ്രേഷണം കാണാം.